ശരിക്കും ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണ സംവിധാനം അവരാണ് ചിന്തിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിമാരും ഒരു സംവിധാനം വരെ രാജിയിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ എന്തുകൊണ്ട് ആ നിലപാടിൽ ആ സമരക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ ഒറ്റ കാരണം ഞാൻ മനസ്സിലാക്കുന്നതുള്ളൂ, ഇതൊരു സിസ്റ്റം ഫെയിലിയറാണ്. ഇത് നീറ്റ് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എൻട്രൻസ് എലിജിബിലിറ്റി ഒരു ടെസ്റ്റിംഗ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും, വെറും വീഴ്ചയല്ല എന്ന് വെച്ചാൽ കോടികൾ കൊടുത്തും മറിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണിത്. ഇപ്പോൾ സ്ക്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആദ്യമേ പറഞ്ഞൊരു വാക്ക് സിസ്റ്റം ഫെയിലിയറാണ്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല. അത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ ആയിക്കോട്ടെ, ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു അവസ്ഥയൊന്നുമല്ലത്. ഇവരുടെ ആരുടെയും ദേഹത്ത് കൊണ്ടിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്ന അത്രേ കാര്യമുള്ളൂ. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒരു മന്ത്രിമാരുടെയും ഒരു പ്രധാനമന്ത്രിയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ആരുടെയും ഇത് ദേഹത്ത് കൊണ്ടിട്ടില്ല. ദേഹത്ത് കൊണ്ടതാർക്കാം? നമ്മുടെ വിദ്യാർത്ഥികൾക്ക്. എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരേ ശബ്ദമായിട്ട് അവർ കൂടിയത്. അതിനെ അവഗണിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇത് കക്ഷി രാഷ്ട്രീയമില്ലാതെ ഞാൻ സംസാരിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ശബ്ദത്തെ അവഗണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിൽ ആകെ ഒരൊറ്റ വാർത്തയുള്ളൂ. ഡൽഹിയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവാക്കൾ നടത്തുന്ന, ആദ്യം ഇത് CJP എന്ന പാർട്ടി അല്ലെങ്കിൽ ഒരു കൂട്ടായ്മ നടത്തുന്ന രീതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ അത് രാജ്യത്തെ യുവാക്കൾ നടത്തുന്ന ഒരു സമരം, അതാണ് ഇപ്പം ആകെ ഒരു വാർത്ത. നമുക്കറിയാം നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയാണ് വിഷയം. പക്ഷെ അതിനൊപ്പം ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പോൾ അവർ ഉന്നയിക്കുന്നുണ്ട്. എങ്കിൽ പോലും ഇവരുടെ ആദ്യത്തെ ആവശ്യമായ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉണ്ടാവില്ല എന്ന കാര്യം കേന്ദ്ര സർക്കാർ ഉറപ്പിച്ചു പറയുന്നു. ഇപ്പോൾ റീസെന്റ് അതിന്റെ ഒരു വാർത്ത, ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് സ്ക്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇവരുടെ പ്രഥമ ആവശ്യം ഇതാണ്, അതൊഴിച്ച് വേറെ എന്തും നടത്തി തരാമെന്ന് കേന്ദ്രം പറയുന്നു. ഇനി അങ്ങോട്ട് ഈ സമരത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? അപ്പോൾ നമുക്ക് ഏറ്റവും ഇപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമായിട്ട് ബേസ് ചെയ്ത് നമുക്ക് 1-2 കാര്യങ്ങളിലേക്ക് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ടായിരിക്കണം ഈ ധർമ്മേന്ദ്ര പ്രധാൻ, നമ്മുടെ എഡ്യൂക്കേഷണൽ മിനിസ്റ്റർ, രാജിവെക്കണം എന്ന് തന്നെ ഈ നമ്മുടെ CJP പ്രവർത്തകർ അവരാവർത്തിച്ച് ആ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ളതിൻ്റെ റീസൺ എന്തായിരിക്കും? ഇപ്പോൾ മന്ത്രിസഭ എന്തുകൊണ്ട്, അല്ലെങ്കിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ BJP രാഷ്ട്രീയം എന്തുകൊണ്ടത് വേണ്ട, ആ നിലപാടിലേക്ക് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചതിൻ്റെ ഒരു റീസണും എന്താണെന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ മേ ബി വേണമെങ്കിൽ BJPക്കോ അല്ലെങ്കിൽ പൊതുവായിട്ട് ഈ ഒരു വിഷയത്തെ കാണുന്നവർക്ക് പറയാം, ഇതിനകത്തൊരു പൊളിറ്റിക്സ് ഇല്ലേ എന്ന് വേണമെങ്കിൽ ചിന്തിക്കാം. ഏറിയ പങ്കും ആൾക്കാരും ഇതൊരു പൊളിറ്റിക്സിൻ്റെ ഭാഗമല്ലേ? കാരണം റീസെൻ്റ്ലി തന്നെ കഴിഞ്ഞ ഒരു 1 വീക്ക് എടുത്താൽ നിരവധി രാഷ്ട്രീയ പാർട്ടിക്കാരുടെ പിന്തുണ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായുള്ള പിന്തുണ ഈ കുട്ടികൾക്ക് സമരത്തിന് ലഭിച്ചിട്ടുണ്ട്. മറ്റ് ഇപ്പോൾ SFI അതുപോലെ എല്ലാ തരത്തിലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ഒരു പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രാജി എന്തായാലും വേണ്ട. കാരണം ഇതിനകത്ത് ഈ ഭരണപക്ഷവും വിചാരിക്കുന്നു മന്ത്രിയുടെ രാജി ഒരുപക്ഷെ വേണ്ടി വന്നാൽ ഇതൊരു വലിയ ഒരു വീഴ്ച എന്ന് വെച്ചാൽ ഭരണപരമായ വീഴ്ച, പിന്നെ കുട്ടികൾ ഉന്നയിക്കുന്ന അവരുടെ ആവശ്യങ്ങളുടെ മുമ്പിൽ സർക്കാർ അടിയറവ് പറയുന്ന ഒരു വീഴ്ച, ഇതൊക്കെ ചേർത്ത് വായിക്കുന്ന ഒരു അവസ്ഥാവിശേഷം ഇപ്പോൾ നിലവിലുണ്ട്. ഞാനിതിനെ മനസ്സിലാക്കുന്നത് പ്രത്യേകമായിട്ട് ഒരു ആംഗിളിലൂടെയാണ്. എന്തുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നൊരു നിലപാടിൽ കുട്ടികൾ ഉറച്ചു നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. രാഷ്ട്രീയവും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ, ഏത് സമരങ്ങളുണ്ടായാലും അതിനകത്ത് രാഷ്ട്രീയപരമായിട്ടുള്ള ഇടപെടലുണ്ടാവും. ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നാളുകളിലെ സമരങ്ങളിലും അതുണ്ടാവും. അതാർക്കും പെട്ടെന്ന് എടുത്തു മാറ്റാൻ പറ്റുന്ന സംഭവമൊന്നുമല്ല. പക്ഷേ ഒരു സമരമുഖത്തൊരു ഇഷ്യൂ ബേസ് ചെയ്ത് സംസാരിക്കപ്പെടുമ്പോൾ ശരിക്കും ഇവിടെ രാഷ്ട്രീയ പാർട്ടി എന്നതിനപ്പുറത്തേക്ക് ഒരു ഭരണ സംവിധാനം അവരാണ് ചിന്തിക്കേണ്ടത്. വിദ്യാഭ്യാസ മന്ത്രിമാരും ഒരു സംവിധാനം വരെ രാജിയിലേക്ക് എത്തിപ്പെടേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിൻ്റെ എന്തുകൊണ്ട് ആ നിലപാടിൽ
ആ സമരക്കാർ ഉറച്ചു നിൽക്കുന്നു എന്നാലോചിക്കുമ്പോൾ ഒറ്റ കാരണം ഞാൻ മനസ്സിലാക്കുന്നതുള്ളൂ, ഇതൊരു സിസ്റ്റം ഫെയിലിയറാണ്. നമുക്ക് പെട്ടെന്ന് വാക്കുകൾ കൊണ്ട് സംസാരിക്കുമ്പോൾ ജനറലൈസ് ചെയ്ത് വളരെ സിംപ്ലിഫൈ ആക്കി ഇതിനെ വേണമെങ്കിൽ കാണാൻ പറ്റും. അല്ല, ഇത് നീറ്റ് എന്ന് പറയുന്ന ഇന്ത്യ മഹാരാജ്യത്തിലെ ഏറ്റവും വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു എൻട്രൻസ് എലിജിബിലിറ്റി ഒരു ടെസ്റ്റിംഗ് സംവിധാനത്തിൽ ഉണ്ടായിട്ടുള്ള അതീവ ഗുരുതരമായിട്ടുള്ള വീഴ്ചയും, വെറും വീഴ്ചയല്ല എന്ന് വെച്ചാൽ കോടികൾ കൊടുത്തും മറിച്ച് ഉണ്ടായിട്ടുള്ള ഒരു സംഭവമാണിത്. അതിനെ തുടർന്ന് എത്രയോ കുട്ടികളുടെ ഭാവി, എത്രയോ കുട്ടികളുടെ വളരെ നാളുകളായിട്ടുള്ള രാപകൽ അവർ കുത്തിയിരുന്ന് പഠിച്ച അവരുടെ സ്വപ്നങ്ങളും അവരുടെ അധ്വാനവും വിയർപ്പും അവരുടെ പ്രാർത്ഥനകൾ, കണ്ണീര്, കുടുംബത്തിൻ്റെ ഇതെല്ലാം അസ്ഥാനത്താക്കിക്കൊണ്ട് ആ കുട്ടികളുടെ ആ ഒരു സ്വപ്നങ്ങളെ വെറും വിൽപ്പന ചരക്കാക്കി നമ്മുടെ മാർക്കറ്റിൽ വിറ്റ് അങ്ങനെ കുറേ രാജാക്കന്മാരിവിടെ സുഖിച്ചു വാഴുന്ന ഇതേ ഒരു സിറ്റുവേഷനിൽ ഈ കള്ളക്കളികളൊക്കെ പുറത്തായി. ഇതൊക്കെ പുറത്തായതിനു ശേഷം ആർക്കെങ്കിലും എതിരെയൊക്കെ നടപടികളെടുത്ത് താൽക്കാലികമായിട്ട് ഈ ഒരു പ്രശ്നം പരിഹരിച്ചു എന്ന രീതിയിലേക്ക് ഈ പ്രശ്നത്തെ ഒതുക്കി തീർക്കാൻ ശ്രമിക്കുന്നിടത്താണ് ഈ CJP കുട്ടികളുടെ ആവശ്യം, ആ ഒരു ഫെഡറേഷൻ, അവരുടെ മൂവ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് ആ ഒരു പരിഹാരം കൊണ്ട് മാത്രം ഇതിവിടെ തീരില്ല. ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഗവൺമെൻറ് ഉറപ്പ് നൽകണം. ദാറ്റ് ഇസ് ദ റൈറ്റ്. കുട്ടികളുടെ ആ ഒരു ആവശ്യങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ് താൽക്കാലികമായിട്ട് എന്തെങ്കിലും നടപടി എടുത്തു എന്നൊരു വാക്കുകൾ കൊണ്ടോ ഈ പ്രശ്നം അവസാനിപ്പിക്കാൻ ഗവൺമെൻറ്റിന് സാധിക്കില്ല. ഇപ്പോൾ സ്ക്രോളിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന വാർത്തയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കില്ല എന്ന് പറഞ്ഞാൽ പോലും ഞാൻ ആദ്യമേ പറഞ്ഞൊരു വാക്ക് സിസ്റ്റം ഫെയിലിയറാണ്. കാരണം എഡ്യൂക്കേഷണൽ ഒരു സിസ്റ്റം ഒരു ഫെയിലിയറായി, അത് ഇത്രയും വലിയൊരു സംവിധാനം ഫെയിലിയർ ആയപ്പോൾ അതിനകത്ത് ഏതെങ്കിലും ഒരു സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ഓഫീസിലുണ്ടായിരുന്ന ഇതെത്രയോ കാലങ്ങളായിട്ട് നമ്മുടെ സംഭവം കാണുന്നു. എപ്പോഴും ഇവിടെ ശിക്ഷിക്കപ്പെടുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നിലുള്ളവരാരും ശിക്ഷിക്കപ്പെടുന്നില്ല. അത് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ലോകത്ത് എവിടെ ആയിക്കോട്ടെ, ഇന്നും ഇന്നലെയും തുടങ്ങിയൊരു അവസ്ഥയൊന്നുമല്ലത്. കാലാകാലങ്ങളോളം ഈ ഒരു സംവിധാനത്തിന് ഇത്തരത്തിലുള്ള ഈ മുൻനിരയിൽ നിൽക്കുന്ന ഏതെങ്കിലും പ്രത്യക്ഷപരമായി കാണുന്ന ഏതെങ്കിലും കുറച്ച് ആളുകൾക്കെതിരെ നടപടികൾ എടുത്തുവെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയത് അവസാനിപ്പിക്കുന്ന ഈ പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനാണ് നമുക്ക് അവസാനം ഉണ്ടാവേണ്ടത്. അപ്പോൾ അതിന് അവസാനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെ മന്ത്രിമാർ രാജിവെച്ചല്ലേ പറ്റുള്ളൂ. ഏതെങ്കിലും ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്നവരോ അല്ലെങ്കിൽ 4 പേരെ ചൂണ്ടിക്കാണിച്ചിട്ട് പേപ്പറിൽ ഇവർക്കെതിരെ നടപടികൾ എടുത്തുവെന്ന് എവിടെയെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്താൽ അടുത്ത വർഷം വീണ്ടും റിപ്പീറ്റ് ചെയ്യും. നീറ്റിൻ്റെ മേഖലയിൽ മാത്രമല്ല, എല്ലാ മേഖലകളിലും ഇത്തരത്തിലുള്ള ഈ കള്ളക്കളികളും ക്രമക്കേടുകളും എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ഇത്തരത്തിലുള്ളൊരു അവസ്ഥാവിശേഷത്തിൻ്റെ പേരിൽ ഇന്ന് എഡ്യൂക്കേഷൻ മിനിസ്റ്ററല്ല, മറ്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സും അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ വരെ രാജിവെക്കേണ്ടി വരുന്നൊരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങളെത്തട്ടെ. നാളെ ഈ തിന്മ ഇവിടെ തുടച്ചു നീക്കപ്പെടും. ശരിയല്ലേ? ഇവരുടെ ആരുടെയും ദേഹത്ത് കൊണ്ടിട്ടില്ല. ഞാൻ ഉറപ്പായിട്ടും പറയുന്ന അത്രേ കാര്യമുള്ളൂ. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെയും ഒരു മന്ത്രിമാരുടെയും ഒരു പ്രധാനമന്ത്രിയുടെയും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും ആരുടെയും ഇത് ദേഹത്ത് കൊണ്ടിട്ടില്ല. ദേഹത്ത് കൊണ്ടതാർക്കാ? നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജീവൻ നഷ്ടപ്പെട്ടവരുണ്ട്, അധ്വാനം നഷ്ടപ്പെട്ടവരുണ്ട്, അവരുടെ ഇത്രയും നാളത്തെ കഷ്ടപ്പാട് നഷ്ടപ്പെട്ടവരുണ്ട്, എത്രയോ കുടുംബത്തിൻ്റെ ഭാവി പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടവരുണ്ട്. അതിനെയൊക്കെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് ഈ പറയുന്ന ഏതെങ്കിലും ഒരാളുകളെ ചൂണ്ടിക്കാണിച്ച് നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ നമുക്കിതെങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? കാരണം കഴിഞ്ഞ ഒരു മാസത്തോളം വളരെ ലാഘവത്തോടെയാണ് ഇപ്പോൾ ഒരു 30 ദിവസമായി സമരം തുടങ്ങിയിട്ട്, എങ്കിൽ പോലും നമ്മളടക്കം പലരും ഇത് ശ്രദ്ധിക്കുന്നത് ഒരാഴ്ചയായിട്ടുള്ളൂ. തീർച്ചയായിട്ടും അതിൻ്റെ റീസൺ ഒറ്റ കാര്യമുള്ളൂ. കാരണം ഡൽഹിയിൽ തന്നെ ഈ പ്രൊട്ടസ്റ്റ് ആരംഭിച്ചിട്ട് ഏതാണ്ട് 1 മാസത്തോളമായി. ഇത് സോഷ്യൽ മീഡിയ വഴിയാണെങ്കിലും എല്ലാ തരത്തിലും ആളുകൾ ഇതിനെ ജനറലൈസ് ചെയ്ത് ഇതിനെ ഏറ്റെടുക്കാൻ തുടങ്ങി. ഇപ്പം നമ്മുടെ കേരളത്തിൽ പോലും ഇതിൻ്റെ പ്രകമ്പനങ്ങൾ എത്രയോ ശക്തമായി. സാംസ്കാരിക മേഖലയിലുള്ള ഒട്ടുമിക്ക ആളുകളുമൊക്കെ ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സോഷ്യൽ മീഡിയ വഴി പോസ്റ്റുകൾ ഇടുന്നു, അതുപോലെ അവർ എഴുതുന്നു, പ്രത്യക്ഷപരമായിട്ട് പല വേദികളിലും പോയിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസാരിക്കുന്നു. വളരെ പ്രമുഖരായിട്ടുള്ള സിനിമ സെലിബ്രിറ്റീസ് പോലും ഇവർക്ക് വേണ്ടി രംഗത്തിറങ്ങുന്നു. ഏറ്റവും റീസെൻറ്റ് ഇന്നലെയോ 2 ദിവസം മുമ്പാണ് മോഹൻലാലിൻ്റെ മകൾ രംഗത്ത് വന്നു.
അതിനുശേഷം നമ്മുടെ മമ്മൂക്ക രംഗത്ത് വന്നു. ഇന്ന് തന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ഈ ഒരു ഐക്യദാർഢ്യവുമായിട്ട് രംഗത്ത് വന്നു. അങ്ങനെ എത്രയോ പ്രമുഖരായിട്ടുള്ള ആളുകൾ രംഗത്ത് വന്നു. ഇവർക്കെതിരെ ഒരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അത് സ്വാഭാവികം. കാരണം ഇതിലെപ്പോഴും ഒരു രണ്ട് പക്ഷമുണ്ടല്ലോ. ഇതൊരു വാറാണ് ഇല്ലേ? എത്രയോ നാളുകളായിട്ട് ആരംഭിച്ചിരിക്കുന്ന ഒരു വാറാണ്. അപ്പൻ ചത്താലും അമ്മ ചത്താലും ഇവിടെ രണ്ട് പക്ഷമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ രണ്ട് പക്ഷത്തെ നമുക്ക് ഇല്ലാതാക്കാൻ ഒരിക്കലും സാധിക്കില്ല. അപ്പോൾ അൾട്ടിമേറ്റ് ഇതിനൊക്കെ ഈ സൊല്യൂഷൻ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും ഒക്കെ എതിരെ നടപടി എടുത്തു എന്ന് പ്രധാനമന്ത്രി ഇനിയിപ്പോൾ വീഡിയോയിൽ സംസാരിച്ചാലോ ഇതൊക്കെ വെറുതെ വിദ്യാർത്ഥികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള വെറും മൊട്ടിനായങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ഒന്നുമല്ല. നമ്മുടെ വീഡിയോ കേട്ടാലും നമുക്കെതിരെയും ആളുകൾ ശബ്ദിക്കും. പക്ഷേ അതാണ് യഥാർത്ഥത്തിലുള്ള PR വർക്ക് എന്ന് പറയുന്നത്. കാരണം അങ്ങനെയേ ഇവർക്ക് PR വർക്ക് ചെയ്ത് ഈ ഒരു സംവിധാനത്തെ ഈ ബാലൻസ് ചെയ്യാൻ ഇവർക്ക് പറ്റുകയുള്ളൂ. പക്ഷേ സൊല്യൂഷൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല. ഏതോ ഒരു സിനിമയിലെ ഒരു ഡയലോഗ്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ പടത്തിൽ ജനഗണമന അല്ലേ, അതിനകത്ത് വളരെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡയലോഗുണ്ട്. ഒരു പട്ടിയെ കൊന്നാൽ പോലും ചോദിക്കാൻ മനുഷ്യരുള്ള നമ്മുടെ രാജ്യത്ത് ഒരു മനുഷ്യരെ കൊന്നാൽ പോലും ഒരു പട്ടി പോലും ചോദിക്കാൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഈ പ്രശ്നം എത്തുന്നു എന്ന് തോന്നിയ സമയത്താണ് ഇവിടെ ജനവികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഇവിടെ സെലിബ്രിറ്റീസും സാധാരണ ചെറുപ്പക്കാരും അതുപോലെ എല്ലാ തരത്തിലും ഇന്ത്യ മുഴുവൻ ഡൽഹിയിലെ കേരളത്തിൽ നിന്ന് തന്നെ എത്രയോ ചെറുപ്പക്കാർ ഐക്യദാർഢ്യവുമായിട്ട് അവിടെയോ എത്തിക്കഴിഞ്ഞ് എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ഉണ്ടാകുന്ന പോലീസിനെ വിട്ട് കുട്ടികളുടെ ആക്രമിക്കുന്ന രീതികൾ, ഇതൊക്കെ നമുക്ക് എത്ര നാൾ ആളുകൾക്ക് കണ്ടും കേട്ടും സഹിച്ചു നിൽക്കാൻ സാധിക്കും? ഇതിൽ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ യുവത്വത്തെ കേന്ദ്രം അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നുള്ളൊരു കാര്യം കൂടി ഉണ്ട്. അതായത് ഇത്ര കാലം ശക്തമല്ലാതിരുന്ന ഒരു പ്രതിപക്ഷ ശബ്ദം എവിടെയൊക്കെയോ രാജ്യത്ത് ഉറങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു എന്നൊരു തിരിച്ചറിവ് കൂടിയല്ലേ അതങ്ങനെ ഉണ്ടാവണ്ടേ? കോൺഗ്രസിൽ നിന്ന് നമ്മൾ അധികം കണ്ടിരുന്നില്ല, പക്ഷെ പെട്ടെന്നാണ് തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടാവണം. അത് കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമാണ്. എന്നുവെച്ചാൽ കാലം കാത്തുവെച്ച കാവ്യനീതി എന്ന് പറഞ്ഞതുപോലെ അതിശക്തമായിട്ടൊരു അടിമത്ത മനോഭാവം ഉണ്ടാകുമ്പോൾ ഇതിനെയൊക്കെ ആളുകൾ സഫോക്കേറ്റ് ചെയ്ത് ഏതൊരു മനുഷ്യനും പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിന് ഒരു പരിധിയും പരിമിതികളും ഉണ്ട്. ഇതിനെയൊക്കെ കാലം അതിജീവിക്കുന്നതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്കിതിനെ കാണാൻ സാധിച്ചാൽ ഇത്തരത്തിൽ ചില തിരുത്തലുകൾ, അത് ഇന്ത്യ എന്ന് പറയുന്ന ഏറ്റവും ഒരു മതേതര രാജ്യത്തിൻ്റെ എല്ലാ സാംസ്കാരിക മൂല്യങ്ങൾക്കും അല്ലെങ്കിൽ ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനും എല്ലാ കാര്യങ്ങളുടെയും അഭിവൃദ്ധിക്കും ജനാധിപത്യത്തിനും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ഒരു വാക്യമാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലും ഓർമ്മ വരുന്നത്. കാരണം ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കാനും അതിനെ പ്രോത്സാഹിപ്പിക്കാനും കടമയുള്ള ചെറുപ്പക്കാരെ വാർത്തെടുക്കേണ്ട ഈ കറണ്ട് സിനാരിയോയിൽ ജനാധിപത്യത്തെ വെറുക്കുന്നവരാക്കി ഒരു ജനതയെ, അത് നമ്മുടെ കുഞ്ഞുങ്ങളെ, പഠിച്ചു വരുന്ന മക്കളെ ജനാധിപത്യത്തെ വെറുക്കുന്നവരാക്കി മാറ്റുന്നു. അപ്പോൾ എവിടെയാണ് ഇന്ത്യയുടെ ഫ്രീഡം എന്ന് പറയുന്നത്? സ്വാതന്ത്ര്യം കിട്ടി 75 വർഷങ്ങൾ ഇന്ന് പിന്നിടുമ്പോൾ എവിടെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം? താൽക്കാലികമായിട്ട് ആരുടെയെങ്കിലും പേര് നടപടിയെടുത്തുവെന്ന് ആരെയെങ്കിലുമൊക്കെ ബോധ്യപ്പെടുത്തി ശിക്ഷിക്കേണ്ട ഒരു സിസ്റ്റം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഒരു സിസ്റ്റം ഫെയിലിയർ ആണെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അൾട്ടിമേറ്റ് ആരാണോ അവിടെയാണ് തിരുത്തൽ കൊണ്ടുവരേണ്ടത്. ഇനി ഈ നീറ്റിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, എവിടെയെല്ലാം ഏതെല്ലാം തലങ്ങളിൽ ഇതുപോലുള്ള ക്രമക്കേടുകൾ ഉണ്ടായിക്കഴിഞ്ഞു, ഗുരുതരമായ ക്രമക്കേടുകൾ, ഇപ്പോൾ കോടതിയിലൊരു വിഷയം പരിശോധിച്ച് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഗ്രേഡും അതിൻ്റെ ഒരു ഗ്രാവിറ്റി മെഷർ ചെയ്യുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ഇവിടെ നീറ്റ് എന്ന് പറയുന്ന ഒരു എക്സാമിൻ്റെ ഗ്രാവിറ്റി നമ്മൾ ശരിക്കും മെഷർ ചെയ്താൽ തെറിക്കേണ്ട തൊപ്പി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സെക്രട്ടറിയുടെ അല്ല, തെറിക്കേണ്ട തൊപ്പി വിദ്യാഭ്യാസ മന്ത്രിയുടെയാണ്. ആ കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് പൊളിറ്റിക്കലി ഉള്ള ഒരു ആവശ്യമല്ല ഈ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്ന് പറയുന്നത്. കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മളാരും മനസ്സിലാക്കുന്നത് പോലെയല്ല ഇന്നത്തെ ഒരു ജെൻസി പിള്ളേരെന്ന് പറയുന്നത്. അവരുടെയൊക്കെ മൈൻഡ് സെറ്റും അവരുടെയൊക്കെ ശരിക്കും സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും ലോകത്തെക്കുറിച്ചും
സ്വന്തം മണ്ണിനെക്കുറിച്ചും അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചും അവരുടെ ദീർഘവീക്ഷണം അതിനെ അടിച്ചമർത്താനും അതിനെ മറ്റൊരു കാര്യങ്ങൾ കൊണ്ട് തല്ലിക്കെടുത്താനും ഒരിക്കലും ഗവൺമെൻറ് ഒരു സംവിധാനം ഒരിക്കലും ശ്രമിക്കാൻ പാടില്ല. അപ്പോൾ ഞാനിപ്പോഴും പറയുന്നു, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ 10 വർഷങ്ങൾക്ക് മുമ്പ് നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇപ്പോഴത്തെ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ അധികാരത്തിൽ വന്നത് ഈ ചെറുപ്പക്കാരെ സോഷ്യൽ മീഡിയ വഴി ഈ ചെറുപ്പക്കാരെ സ്വാധീനിച്ച് ഇവർക്ക് അതിമോഹന വാഗ്ദാനങ്ങൾ കൊടുത്ത് ഭരണത്തിൽ വന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമ്മുടെ പ്രധാനമന്ത്രി. അതേ പ്രധാനമന്ത്രി 10 വർഷങ്ങൾക്ക് ശേഷവും ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് തുടരുമ്പോൾ നമ്മുടെ ചെറുപ്പക്കാർ ഇന്ന് ഇത്രയും അധികം പീഡിപ്പിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഇതേ നരേന്ദ്രമോദി എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രിയുടെ പോലീസ് ഫോഴ്സ് കൊണ്ടും ആർമി ഫോഴ്സ് കൊണ്ടും അവർ തല്ലി അരയ്ക്കപ്പെടുന്നുണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ കൂട്ടി വായിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് നടപടികൾ അതിശക്തമായിട്ട് ഇങ്ങനെയുള്ള നടപടികൾ ഉണ്ടാവണം. ഒരു വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് വിചാരിച്ചിട്ട് നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയ്ക്ക് ഒരു കോട്ടവും തട്ടാൻ പോകുന്നില്ല. ഒരു കോട്ടവും. എന്തെങ്കിലും കുട്ടികളോട് ആത്മാർത്ഥതയുണ്ടെങ്കിൽ BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം, ആ രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന ഒരു ഭരണ സംവിധാനം കുട്ടികളോടുള്ള മാന്യതയെ പ്രതിയെങ്കിലും അവരോട് എത്രയോ ഈ 11 കുട്ടികളോട് മരിച്ചത് 14ഓളം കുട്ടികൾ, ഒരു കുട്ടി മരണത്തോട് മല്ലടിച്ച് വെന്റിലേറ്ററിൽ കഴിയുന്നു. ഈ 14 കുട്ടികളോടും ഇന്ന് ഹോസ്പിറ്റലിൽ കഴിയുന്ന ആ നിരവധി കുട്ടികളോടും എല്ലാവരോടുമുള്ള ഒരു ആത്മാർത്ഥതയെ പ്രതി ഇവരുടെ ആത്മാർത്ഥതയേക്കാൾ വലുതൊന്നുമല്ല ഒരു മന്ത്രിസ്ഥാനത്തിൻ്റെ ഒരു കസേരയുടെ ബലം എന്ന് പറയുന്നത്. അത് ചേർത്ത് വായിക്കാൻ നമ്മുടെ മന്ത്രിമാരും നമ്മുടെ ഈ ഭരണ സംവിധാനമൊക്കെ അവരൊക്കെ ഇനി അത് ഏത് സ്കൂളിൽ പഠിക്കണം? അവർക്കിനി അത് പഠിക്കാനുള്ള എന്ത് എഡ്യൂക്കേഷൻ ആര് പഠിപ്പിച്ചു കൊടുക്കും? അപ്പം ഇതൊക്കെ സാമാന്യ ബുദ്ധിക്ക് പഠിക്കാൻ സാധിക്കാത്ത ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം തലയിൽ കൊണ്ടു നടക്കുന്ന അടിമത്ത മനോഭാവങ്ങൾക്കുള്ള തിരിച്ചടിയാണ് ഇന്നത്തെ ചെറുപ്പക്കാർ ഈ കൊടുക്കുന്ന സോഷ്യൽ മീഡിയ വഴിയും ഇന്ന് ഡൽഹിയിൽ ജന്തർ മന്ദറിലും ഒക്കെ ഇവരുടെ അതിശക്തമായ പ്രതിഷേധം എന്ന് നമ്മൾ കൂട്ടിച്ചേർത്ത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അതിനൊപ്പം തന്നെ മറ്റൊരു ആംഗിൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കേന്ദ്രവും അല്ലെങ്കിൽ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ആരോപിക്കുന്നത് ഈ സമരത്തിന് പിന്നിലെ ദേശവിരുദ്ധ ശക്തികളുടെ സാന്നിധ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊക്കെ എത്രത്തോളം യാഥാർത്ഥ്യം? അതൊക്കെ വെറുതെ ചില ആളുകളുടെ പ്രൊപ്പഗാണ്ട ഇൻജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് വലിയ സംഭവങ്ങളൊന്നുമില്ല. CJP എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ ഇതൊരു അറിയാമല്ലോ, സോഷ്യൽ മീഡിയ ഒരു വലിയ വിപ്ലവത്തിലൂടെ രൂപപ്പെട്ടൊരു സംഭവമാണ്, ഒരു മൂവ്മെൻ്റാണ്. അതിൻ്റെ ഒരു ബേസ് ഉണ്ട്. പലപ്പോഴും ഈ ഡൽഹിയിൽ തടിച്ചുകൂടിയ കുട്ടികളെക്കുറിച്ചും അവരുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതെങ്ങനെ രൂപപ്പെട്ടു എന്നുള്ളത് നമ്മളുടെ ഇന്ത്യ മഹാരാജ്യത്തെ പലർക്കും അറിയില്ല. വളരെ ചുരുക്കം ആളുകൾക്കറിയാം. സുപ്രീം കോടതി ജഡ്ജിയുടെ ഇവിടെ തൊഴിലില്ലാത്ത എതിരായ അല്ലെങ്കിൽ തൊഴിലില്ലാത്ത കുറേ ആളുകൾ പാർട്ടിയെ പോലെ എന്നുള്ളൊരു പരാമർശത്തിൽ നിന്നും അതിൻ്റെ ആ വാക്കുകളുടെ പ്രതിധ്വനികൾ ദിക്കുകളിൽ അലയടിച്ച് തീർന്നതിന് മുമ്പേ തന്നെ കോടിക്കണക്കിന് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ റേസ് ചെയ്തു എന്നുള്ളതാണ്. തങ്ങൾ അപമാനിക്കപ്പെട്ടു എന്നൊരു യുവത്വം തിരിച്ചറിഞ്ഞ ഒരു നിമിഷം. അത് മണിക്കൂറുകൾ പോലും ആയില്ല, 1-2 ദിവസങ്ങൾക്കുള്ളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതിൻ്റെ മാറ്റൊലികൾ അലയടിച്ച് തീരുന്നതിന് മുമ്പേ എത്രയോ കോടിക്കണക്കിന് ആളുകളാണ് ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഒരേ ശബ്ദമായിട്ട് അവർ കൂടിയത്. അതിനെ അവഗണിച്ച് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്റിനോ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയും ആയിക്കോട്ടെ, അതുകൊണ്ടാണ് ഞാൻ ഇത് കക്ഷി രാഷ്ട്രീയമില്ലാതെ ഞാൻ സംസാരിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കുട്ടികളുടെ ശബ്ദത്തെ അവഗണിച്ച ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഏതെങ്കിലും തരത്തിൽ അതിലൊരു ആന്റി നാഷണലിസം ഉണ്ടെങ്കിൽ തന്നെ അത് പിന്നീട് കണ്ടുപിടിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തം. തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള റൈറ്റ് ഗവൺമെന്റിനുണ്ട്. അതിനെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനകത്ത് കുറ്റക്കാരുണ്ടെങ്കിൽ അവിടെയും ആ കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള കടമയുള്ളത് ഗവൺമെന്റിനല്ലേ, ആരേക്കാൾ കൂടുതൽ. പിന്നെന്തിനാ ഒരു ഗവൺമെന്റ് എന്ന് പറയുന്നത് ഒരു കേവലം ഒരു പ്രസ്ഥാനമല്ല. അതൊരു ഇന്ത്യയിലെ 130 കോടി ആളുകളുടെ അവരുടെ സ്വകാര്യത, അവരുടെ സ്വത്ത്, അവരുടെ അഭിമാനം,
അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ തൊഴിൽ, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങൾക്കും ഒരു സംരക്ഷണം കൊടുക്കേണ്ടത് ഒരു 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 വലിയ സംവിധാനമാണ്. അതിനെ നമ്മൾ വില കുറച്ച് കാണാൻ ഒരിക്കലും ആവില്ല. അപ്പോൾ അത്രയും വലിയൊരു സംവിധാനത്തെ വില കുറച്ച് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അവിടെ ക്രമക്കേട് കാണുന്നിട്ടുണ്ടെങ്കിൽ അതിനെ വില കുറച്ച് കാണണം. ക്രമക്കേടുകൾ എപ്പോഴും വളരെ ലഘുവായി കാണുകയും അതിനെ കുറ്റക്കാരെ വളരെ ചെറിയ രീതിയിൽ എന്തെങ്കിലും രീതിയിലൂടെ മാറ്റി നിർത്തുകയും. എന്താ പറയാം, ഈ മരിച്ചുപോയ 14 കുട്ടികൾക്ക് 1 കോടി രൂപ വീതം കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് CJPയുടെ ആവശ്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടത്. അങ്ങനെ പല ആൾക്കാരും പല കമൻറ്റും പറയും, എന്തിനാണ് അവർക്ക് 1 കോടി രൂപ കൊടുക്കുന്നത്? ഇപ്പോഴും ആ കാര്യത്തിൽ തീരുമാനം ഉണ്ടായിട്ടില്ല. അത്തരത്തിലുള്ള തീരുമാനങ്ങൾ നടപ്പിലാക്കിയിട്ട് വേണം ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയില്ല എന്ന് ഗവൺമെൻറ് പറയാനായിട്ട്. അങ്ങനെ പറഞ്ഞിട്ടാണ് അതിലെത്രയോ മാന്യത ഉണ്ടായിരുന്നു, അന്തസ്സുണ്ടായിരുന്നു. അതുപോലും കാണിക്കാതെ ഞങ്ങൾ രാജിവെക്കില്ല. 14 കുട്ടികളുടെ ജീവനാണ് പൊലിഞ്ഞു പോയത്, 14 കുടുംബങ്ങളുടെ പ്രതീക്ഷയാണ് പൊലിഞ്ഞു പോയത്. ഞാൻ പറയും, 1 കോടിയൊന്നും കൊടുത്താൽ പോരാ. നീറ്റിന് എക്സാം എഴുതുന്ന ഒരു കുട്ടികളെന്ന് പറയുന്നത് നാളത്തെ ഇവിടുത്തെ ഭാവി വാഗ്ദാനങ്ങളും എത്രയോ നമ്മുടെ ആരോഗ്യ മേഖലയിൽ അവർ എത്രയോ വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സായിട്ട് പുറത്തു വരേണ്ടവരാണ്. ഇന്നൊരു ഇൻഷുറൻസ് ഒരു ക്ലെയിം, ഒരാൾക്കൊരു അപകടം സംഭവിച്ചാൽ ഒരു ക്ലെയിം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവർ തന്നെ വാല്യൂ നിശ്ചയിക്കുന്നത് അവരുടെ എഡ്യൂക്കേഷൻ, അവരുടെ ജോലി, അവരെത്ര നാൾ ജോലി ചെയ്താൽ, അങ്ങനെയാണ് അതിൻ്റെ ഒരു കാൽക്കുലേഷൻ പോകുന്നത്. അങ്ങനെ വെച്ച് നോക്കിയാൽ ഈ 1 കോടി രൂപ എന്ന് പറയുന്നത് ആ കുടുംബത്തിന് എന്തെങ്കിലും ആണോ? ഒരു കൊച്ചിന് എത്ര കോടി കൊടുത്താൽ ആ ഒരു കോമ്പൻസേഷൻ വളരെ മാന്യമായിട്ട് ഇത് ചെയ്യാൻ പറ്റും? അപ്പോഴും ഈ 1 കോടിയുടെ കാര്യത്തെക്കുറിച്ച് ഇപ്പോഴും ഗവൺമെൻറ് കണ്ണടക്കുക. എന്താ അതിൻ്റെ റീസൺ? ഇനി ഈ 1 കോടി രൂപ അതെവിടെ നിന്ന് കൊടുക്കണം? സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് കൊടുക്കണം. ഇവർ നടത്തിയ ക്രമക്കേടിന് കുട്ടികളുടെ പരീക്ഷാ പേപ്പർ കോടികൾ കൊടുത്ത് മറിച്ച് മറ്റുള്ളവർക്ക് കൊടുത്ത് ഇനി കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമ്പോൾ സർക്കാരിൻ്റെ, ഇന്ത്യയിലെ സാധാരണക്കാരും ബിസിനസ്സുകാരും എല്ലാവരും അവർ കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്നും അതിൽ നിന്ന് കൈയിട്ട് വാരി വേണോ ഇനി ഇവർക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ? അതൊരിക്കലും ഇതൊന്നും ഇവിടെ ആരും ചർച്ച ചെയ്തിട്ടുണ്ടോ? എവിടെയെങ്കിലും ചർച്ചയിൽ വന്നിട്ടുള്ള കാര്യമാണോ? ഒരു പത്രക്കാരും പറഞ്ഞിട്ടില്ല, ആരും ചർച്ച ചെയ്തിട്ടില്ല. ഇതൊക്കെയല്ലേ ചർച്ച ചെയ്യേണ്ടത്, അല്ലാണ്ട് ഇവിടെ രാജി വെക്കുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ല വരേണ്ടത്. ഈ പൈസ ആര് കൊടുക്കും? ആരൊക്കെയാണ് കുറ്റക്കാർ? അവിടെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന ഒരു മിനിസ്ട്രിയുടെ ഒരു സിസ്റ്റം ഫെയിലിയറിൽ ആരാണോ ആ സിസ്റ്റത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ട് ഇരിക്കുന്നയാൾ, ആ വ്യക്തി വേണം ഇതിനൊക്കെ മറുപടി പറയാൻ. ആ വ്യക്തി ഒരിക്കലും പറയരുത് നമുക്ക് കോമ്പൻസേഷൻ കൊടുക്കാം, സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് നമുക്ക് കൈയിട്ട് വാരി ആ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറയുന്ന തെണ്ടിത്തരം ഒരിക്കലും അംഗീകരിക്കാൻ പാടില്ല. എവിടെ ക്രമക്കേട് നടന്നോ അവിടെ നിന്ന് വേണം ആ ഫണ്ട് റീസോഴ്സ് ചെയ്യാനായിട്ട്, അവിടെ നിന്ന് വേണം എടുത്തു കൊടുക്കാനായിട്ട്. എന്താ പ്രധാനമന്ത്രിക്ക് നമ്മളെപ്പോലെ സാധാരണക്കാർ ഏതെങ്കിലും മുക്കിലും മൂലയിൽ ഇരുന്ന് സംസാരിക്കുന്ന ഈ വാർത്ത കേട്ടിട്ട് വേണോ പ്രധാനമന്ത്രിക്കോ എഡ്യൂക്കേഷൻ മിനിസ്റ്റർക്കോ അല്ലെങ്കിൽ ഒരു ക്യാബിനറ്റ് മിനിസ്ട്രിക്കോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാൻ? അങ്ങനെ തീരുമാനം എന്നുണ്ടെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫെയിലിയർ സംവിധാനം നമ്മുടെ ഗവൺമെൻറ് അല്ലേ? നമ്മളെപ്പോലുള്ള ആളുകളിൽ നിന്ന് കേട്ടിട്ട് വേണോ ഇവർ തീരുമാനമെടുക്കാൻ? നമ്മളെക്കാളും ഈ പറഞ്ഞ കാര്യങ്ങൾ അവർക്ക് അറിയാം, പക്ഷെ അവർ മിണ്ടില്ല. ബോധപൂർവം അവർ മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കണ്ണി പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു എന്ന് വരുത്തി തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റ് ഞാൻ ഉറപ്പായിട്ടും പറയും, ഈ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് ഈ കോമ്പൻസേഷൻ കുട്ടികൾക്ക് 1 കോടിയൊന്നുമല്ല, അതിനേക്കാൾ അതിൻ്റെ 3 ഇരട്ടിയെങ്കിലും വീതം ഇത് കോമ്പൻസേഷൻ കുട്ടികൾക്ക് കൊടുത്ത് ആ കുടുംബങ്ങളെ സഹായിച്ച് ആരൊക്കെയാണ് കുറ്റക്കാരായിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കാലഘട്ടത്തിൽ ആ കുട്ടികൾക്ക് സംഭവിച്ചിട്ടുള്ള അവരുടെ നഷ്ടങ്ങൾ വളരെ മാന്യമായിട്ട് പരിഹരിക്കുകയും ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തെറ്റുകൾ ഒരിടത്തും ആവർത്തിക്കപ്പെടാതിരിക്കാൻ അതിന് ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയാണെങ്കിൽ ആ രാജി കൂടി എഴുതി തീർത്തിട്ട് വേണം ഈ കുട്ടികളോടുള്ള മാന്യത ഗവൺമെൻറ് കാണിക്കാനായിട്ട്. അതിനപ്പോൾ ഇത് കൂടുതൽ നമ്മളെന്താ ഈ ഒരു വിഷയത്തിൽ പറയുക എന്നുള്ളത് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. അത്രയ്ക്ക് വളരെ ദയനീയമാണ്. പോലീസൊക്കെ ആയിട്ട് കുട്ടികളെ തല്ലിച്ചതയ്ക്കുന്നത് കണ്ടാൽ, കുട്ടികളുടെ വോട്ട് വാങ്ങി ഭരണത്തിൽ വന്ന ഒരു ഭരണ സംവിധാനം, ഒരു ഗവൺമെൻറ് നടു റോട്ടിൽ പട്ടിയെ തല്ലുന്നത് പോലെ പെൺകുട്ടികളുടെ വരെ വസ്ത്രങ്ങൾ വരെ വലിച്ചു കീറി, എങ്ങനെ ശരിക്കും മനുഷ്യൻ മൃഗമാണോ, മൃഗത്തേക്കാൾ അപ്പുറം അതപ്പതിച്ച്
ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി കാണുന്നു, ഈ ലോകം മുഴുവൻ കാണുന്നു, ഇതൊക്കെ ചേർത്ത് വായിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ തക്ക രീതിയിൽ ബോധമില്ലാത്തവരാണോ നമ്മുടെ ഈ ഭരിക്കുന്ന ഈ പറയുന്ന നമ്മുടെ ഭരണകർത്താക്കളും മന്ത്രിമാരും നമ്മുടെ ഗവൺമെൻറ് സംവിധാനങ്ങളും നമ്മുടെ ഉദ്യോഗസ്ഥരും ഒക്കെ? അപ്പോൾ എത്രയോ വലിയ അതപ്പത്തരം. എല്ലാവരും പറയും പിന്നെ പോലീസ് ജീപ്പ് കുട്ടികളെടുത്ത് മറിച്ചിട്ടു, കല്ലെറിയുന്നു, ഇതൊക്കെ പറയുന്നുള്ളൂ. ഒരു ആന മതം പൊട്ടി നിൽക്കുമ്പോൾ ചിഹ്നം വിളിക്കുമ്പോൾ ചിഹ്നം വിളി മാത്രമേ പുറത്തറിയുന്നുള്ളൂ. ആ ആനയെ ആ അവസ്ഥയിലേക്ക് എത്തിച്ച മതം പൊട്ടിക്കാനുള്ള കാരണങ്ങൾ ഒരിക്കലും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഉണ്ടോ? ആന തുമ്പിക്കൈയിൽ ആളെ എടുത്തറിയുന്നതും ആന ചവിട്ടിക്കൊല്ലുന്ന വാർത്ത മാത്രമേ നമ്മൾ പുറത്തറിയുന്നുള്ളൂ. ആ ചിഹ്നം വിളിയിലേക്ക് എത്തിച്ച ആനയ്ക്കുണ്ടായിരുന്ന മതമിളകാനുള്ള കാരണങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ? ഈ കുട്ടികൾ 1 മാസമായിട്ട് അവിടെ പീഡിപ്പിക്കപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ പോലീസിൻ്റെ സൈഡിൽ നിന്നും ഗവൺമെൻറ് സൈഡിൽ നിന്നും ഒരു മനുഷ്യത്വരഹിതമായ രീതിയിൽ അത്രയ്ക്ക് നെറികെട്ട രീതിയിലുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പ്രവൃത്തികൾ കണ്ട് മടുത്തു കഴിയുമ്പോൾ കുട്ടികൾ, ഞാൻ പറയും, ഞാൻ അവരുടെ തെറ്റിനെ ന്യായീകരിക്കുകയല്ല, ആ മക്കൾ ഇതല്ലേ ചെയ്തുള്ളൂ, അവരിത്രയല്ലേ ചെയ്തുള്ളൂ. 10,000-10,000 പിള്ളേർ വിചാരിച്ച ഡൽഹി ഇതാണോ? അവരൊന്നും ഞാൻ പറഞ്ഞ അവർ ചെന്തൽ ചെയ്തോ? 10,000-10,000 പിള്ളേർ ഈ കഴിഞ്ഞ 1 മാസമായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ട് നമ്മൾ വളരെ സത്യസന്ധമായിട്ട് ആലോചിച്ച് നോക്കി. കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് ഒരു അഗ്രസീവായിട്ടുള്ളൊരു നീക്കം ഉണ്ടായിട്ടുള്ളൂ. അതെ, അപ്പം അതിലേക്ക് എത്തിക്കാൻ ഇത്രയും എത്രമാത്രം കുട്ടികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടായിരിക്കും അവർ ഇത്രയും വയലൻ്റ് ആയത്. അപ്പോൾ അവരെ അതിലേക്ക് എത്തിച്ച വസ്തുതകൾ അടിസ്ഥാനപരമായിട്ടുള്ള യാഥാർത്ഥ്യങ്ങളും സത്യങ്ങളെയും മറച്ചുവെച്ച് അപ്രസക്തങ്ങളായ കുട്ടികൾ ചെയ്തിട്ടുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വളരെ വൽക്കരിച്ച് കാണിച്ച് അവരെ തെറ്റുകാരാക്കി ചിത്രീകരിക്കുന്ന രീതി, ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ പ്രൊപ്പഗാണ്ട. മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തള്ളിക്കളയാവുന്ന കാര്യങ്ങൾ. എല്ലാം നമുക്ക് കുട്ടികളുടെ സൈഡിൽ ഇവരെ നമുക്കൊരു കാര്യങ്ങളെ തെറ്റിനെ ഒന്നും ന്യായീകരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അതിലേക്ക് എത്തിച്ചവരെ ആണ് യഥാർത്ഥത്തിൽ, അവരാണ് പ്രതികൾ, അവരാണ് നിയമത്തിന് മുമ്പിൽ വരേണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഉണ്ടാവട്ടെ. അല്ലാതെ രാജിവെക്കില്ല എന്നുള്ള ധാർഷ്ട്യ പ്രവൃത്തികൾ കൊണ്ടും ധാർഷ്ട്യ നിലപാടുകൾ കൊണ്ടും ഈ സ്വാതന്ത്ര്യം കിട്ടി 75 വർഷം കഴിഞ്ഞിട്ടും ഈ അടിമത്ത മനോഭാവം, ജനാധിപത്യത്തെ വെറുപ്പിക്കുന്ന മനോഭാവം, ഇതൊക്കെ ഈ പ്രവൃത്തികൾ കൊണ്ട് മാറുന്നില്ല എങ്കിൽ ഈ CJPയുടെ ഇത്തരത്തിലുള്ള സമരങ്ങൾ ഇനി കൂണുകൾ പോലെ പൊട്ടിമുളയ്ക്കും. ഉണ്ടാവണം. അങ്ങനെ ഇന്ത്യ പുതിയൊരു സ്വാതന്ത്ര്യത്തിലേക്ക് പോകാനുള്ള ഒരു പുതിയ ചുവടുവയ്പ് ആണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത്. ഇതൊരു പുതിയ വിപ്ലവമാണ്, ഇതൊരു പുതിയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ്. ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിലും പല മേഖലകളിലും ഈ അടിമത്തം തുടരുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല, പലരും അറിയുന്നു, പലരും അറിഞ്ഞിട്ടും പലരും മൂടി വയ്ക്കുന്നു, പലരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, സംസാരിക്കുന്നവനെ അടിച്ചൊതുക്കുന്നു. അല്ലേ? ആരും സംസാരിക്കാൻ തയ്യാറാകുന്നില്ല, സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല, താല്പര്യപ്പെടുന്നവനെ ഇല്ലായ്മ ചെയ്യുന്നു. അപ്പം അതിനെ സ്വാതന്ത്ര്യമെന്ന് ചേർത്ത് വായിക്കാൻ പറ്റുമോ? അപ്പോൾ സ്വാതന്ത്ര്യം ഇനിയും ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിനുള്ള കാര്യങ്ങൾ ഇനി കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് താൽക്കാലികമായി അവസാനിപ്പിക്കാം.